ായിട്ട് കാണിക്കുന്നു. നേഷ, നീ എന്തെടുക്കുക, എന്താ അവിടെ ഇരിക്കണേ എന്ന് അമ്മ ചോദിക്കുന്നു. എൻ്റെ കൂടെ കളിക്കാനാണെങ്കിൽ ആരും വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുക. ലീജിങ് ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ വരുന്ന അസുര ശക്തികളോടൊക്കെ യുദ്ധം ചെയ്യുന്നത് നീഷയുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ നീഷയുടെ അമ്മയ്ക്ക് നീഷയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാറില്ല. എന്നാലും നേഷയുടെ വിഷമം മനസ്സിലാക്കി നേഷയുടെ അമ്മ നമുക്കിപ്പോൾ കളിക്കാമെന്ന് അവനോട് പറയുന്നു. നേഷയ്ക്ക് സന്തോഷമാകുന്നു. മൈലോഡ്, ഈ കവചം ധരിച്ചോളൂ. നീ എന്തേ പറയണേ? അവൻ എന്റെ മകനല്ലേ, ഞാൻ അവന്റെ കൂടെ കളിക്കുക. ശരി, കവചം തരൂ. നിങ്ങളും വരുമോ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. അങ്ങനെ നേഷയോടൊപ്പം കളിച്ച് അമ്മ ടയേർഡാകുന്നു. എന്നാലും തന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടി താൻ എത്ര വേണമെങ്കിലും വേദന സഹിക്കുമെന്ന് പറയുന്നു. ഈ സമയം ഒരു കാവൽക്കാരൻ വന്നിട്ട് ഗ്രാമം വീണ്ടും അപകടത്തിലായിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇത് കേട്ടതും നേഷ ദേഷ്യപ്പെടുന്നു. സാരമില്ല മോനെ, നമുക്ക് വേറൊരു ദിവസം കളിക്കാട്ടോ. ഇത് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേ എന്ന് നീഷ പറയുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അമ്മയും അവിടെ നിന്നും പോകുന്നു. ഇവരാണ് ലീജിങ്ങിന്റെ സംരക്ഷണ വലയത്തിന്റെ കാവൽക്കാർ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നേഷ പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അമ്മ അവരോട് പറയുന്നു. എന്നാൽ അമ്മ പോയി കഴിഞ്ഞതും നേഷ രണ്ടുപേരെയും പറ്റിച്ച് പുറത്തു കടക്കുന്നു. നേഷ എപ്പോൾ ഗ്രാമത്തിൽ വന്നാലും അവിടെയുള്ള ജനങ്ങളൊക്കെ അവനെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നേഷ ഗ്രാമത്തിൽ വന്നതും നാട്ടുകാരൊക്കെ നേഷയെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങുന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.